ഫൈനലി ഫ്ലിപ്കാർട്ടിൽ ബിഗ് സേവിംഗ് ഡേയ്സ് ലൈവ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന ഇയർബഡ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇയർബഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ എന്തെല്ലാം ഓഫേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഓഫേഴ്സ് വീഡിയോസ്, അതുപോലെ തന്നെ ടെക് അപ്ഡേറ്റ്സ്, ഗാഡ്ജറ്റ്സ് അൺബോക്സിങ് എല്ലാത്തിനും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ വന്നാൽ അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചിട്ടുള്ള കാശ് കുറച്ച്. കൂടാതെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് വരുവാണെങ്കിൽ റിയൽമി ബഡ്സ് Q2 Neo ഇത് ആദ്യം തന്നെ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ 1597 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് അല്ല. ഒരു 4 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത്. ഇത് ആക്ച്വലി കുറേ നാൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയോ ഇത് റീആക്ടിവേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്നറിയത്തില്ല. എന്തായാലും 1597 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് ബൈങ് അല്ല എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. 999 രൂപയ്ക്ക് സഹിതമായിരുന്നു ഇതിൻ്റെ ആ ഒരു ഓഫർ സമയത്ത് അന്ധകാലത്ത് ഇത് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് 1597 രൂപയ്ക്ക് മേടിക്കേണ്ട. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർ എന്താ പറയുക, അബദ്ധത്തിൽ മേടിക്കും. ആ ഒരു കാര്യം കൊണ്ട് മാത്രമായിരിക്കാം ഈ ഒരു സെല്ലർ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ വെറുതെ പൊട്ടനാക്കുവാണ്. സോ Q2 Neo മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽമി ബഡ്സ് എയർ 8 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 3599 രൂപയ്ക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. 3299 രൂപയ്ക്ക് വന്നിരുന്നെങ്കിൽ നല്ലൊരു ഡീലായിരുന്നു. അതർവൈസ് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഡ്യുവൽ ഡ്രൈവറാണ്. ഒരു 11mm 6mm ഡ്രൈവേഴ്സ് അവൈലബിൾ ആണ്. കൂടാതെ 55 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്സ് എയർ 6 Pro 4999 കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ എയർ 7 Pro ആണ് ഇപ്പോൾ മേടിക്കുന്നത് ഏറ്റവും നല്ലത്. സോ എയർ 6 Pro മേടിക്കേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കാരണം എയർ 7 Pro കണ്ടോ 5299 മേടിക്കാൻ സാധിക്കും. ഒരു 300 രൂപ കൂടുതൽ കൊടുത്താലും പുതിയ ടെക്നോളജിയാണ് എയർ 6 Proയിനേക്കാളും. സോ എയർ 7 Pro ആണ് നല്ലൊരു ഡീല് എയർ 6 Proയിനേക്കാളും. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മുടെ റിയൽമി ബഡ്സ് എയർ 6 3299 മേടിക്കാൻ സാധിക്കും. 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, 12.4mm ബേസ് ഡ്രൈവേഴ്സ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഹൈറസ് LHDC കോഡൊക്കെ സഹിതം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും അതിനേക്കാളും മറ്റൊരു നല്ലൊരു ഡീലാണ് ഇവിടെ ഈ ഒരു റിയൽമി ബഡ്സ് എയർ 7ലേക്ക് വരുവാണെങ്കിൽ 2999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇവിടെയും ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ എയർ 6 എന്താണോ അത് തന്നെയാണ്. ആ ഒരു സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എയർ 7 ആണ് ഏറ്റവും നല്ലൊരു ഡീല് നമ്മുടെ എയർ 6നേക്കാളും. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് LDAC കോഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ബജറ്റ് പ്രോഡക്റ്റ് ആണ് റിയൽമി ബഡ്സ് T200 1599 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 1999 രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ബഡ്സ് T200X 1399 1599 ആണ് നോർമൽ റേറ്റ്. ഇതൊരു 1199 1299 എത്തേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടാതെ റിയൽമിയുടെ ബഡ്സ് T200 ലൈറ്റ് 999 1099 ഇതാണ് നോർമലി ഇതിൻ്റെ ഓഫർ സമയങ്ങൾ കാണാൻ സാധിക്കുക. എന്നാൽ ഇപ്പോൾ 1199 കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഭയങ്കര വലിയൊരു രീതിക്കൊരു ഓഫർ എന്ന് ഇതിനൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും കുഴപ്പമില്ല എന്ന് പറയാം. ഇനി റിയൽമിയുടെ ഒരു ഹാഫ് ഇൻ TWS ആണ് T01 1099 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുക. 3.9 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ഉള്ളത്. എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമൻറ്റ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ മാത്രമല്ല ഏതൊക്കെ പ്രോഡക്റ്റുകളാണോ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത കുറേ അധികം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. സോ അതൊക്കെ തന്നെ ഏതാണ് കാണാൻ ആഗ്രഹമുള്ളത് വീഡിയോ കമൻറ്റ് ആയിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അത് മേടിച്ച് അൺബോക്സ് ചെയ്യുന്നതാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്സ് T110 1099 മേടിക്കാൻ സാധിക്കും. ഇതൊരു 999 എത്തിയിരുന്നെങ്കിൽ നല്ലൊരു ഡീലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. 1099 രൂപയ്ക്ക് 1100 രൂപ ബജറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും റിയൽമിയുടെ ബഡ്സ് T110 നല്ലൊരു ഡീല് തന്നെയാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മുടെ റിയൽമി ബഡ്സ് T300 1799 മേടിക്കാൻ സാധിക്കും. എന്നാൽ അതിനേക്കാളും നല്ലൊരു ഡീലാണ് T310 1899 മേടിക്കാൻ സാധിക്കും. 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു പ്രോഡക്റ്റിനാണ് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിയൽമിയിൽ പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു റിയൽമി ബഡ്സ് T310. നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. എന്തായാലും വർത്ത് ബൈങ് എന്നുള്ളൊരു വേറൊരു സംശയമില്ല. കൂടാതെ റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OWS ബഡ്സ് ക്ലിപ്പ് 5499 മേടിക്കാൻ സാധിക്കും. 4.3 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 32 പേര് മാത്രമാണ് ഇത് റേറ്റ് ചെയ്തേക്കുന്നത്. 5500 കൊടുത്തിട്ടൊരു OWS മേടിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എന്താ പറയുക
റെക്കമെൻഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യത്തില്ല ഇത്രയും കാശ് കൊടുത്ത് മേടിക്കണം എന്നുള്ളത്. OWS എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ചില ആൾക്കാർക്ക് ഇതാണ് താല്പര്യം, അവർക്ക് വേണ്ടി മാത്രമാണ് ആക്ച്വലി ഈ ഒരു OWS അവർ ഇറക്കുന്നതും. ഇനി ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ബോൾട്ടിൻ്റെ മസ്താങ് ടോർക്ക് 1499 മേടിക്കാൻ സാധിക്കും. 1799 സംതിങ് ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ക്ലാരിറ്റി 4 999 രൂപയ്ക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ബോൾട്ടിൽ സത്യം പറഞ്ഞാൽ റേറ്റിംഗ് നോക്കി ഒന്നും തന്നെ മേടിക്കരുത്. കാരണം അവർ റേറ്റിംഗ് ഉള്ള അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകൾ ഈ റേറ്റിംഗ് ഇല്ലാത്ത പ്രോഡക്റ്റുകളൊക്കെ തന്നെ മിക്സപ്പ് ആക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഉള്ളതിൻ്റെ ആ ഒരു റേറ്റിംഗ് കൂടെ ഇതിനകത്ത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സോ റേറ്റിംഗ് നോക്കി നിങ്ങൾ ദയവ് ചെയ്ത് ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്താ പറയുക, നമുക്ക് സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 999 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. ക്ലാരിറ്റി 4 ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ബോൾട്ടിൻ്റെ മസ്താങ് ടോർക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ലൊരു പ്രോഡക്റ്റാണ്. എന്നാൽ ടോർക്ക് തന്നെയാണ് ഓസ്ട്ര. സോ 999 അല്ലെങ്കിൽ 1099 ആ ഒരു പ്രോഡക്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ ടോർക്കിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ഡിസൈൻ മസ്താങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഡിസൈനിലുള്ള ടോർക്ക് മേടിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കൂടാതെ W60 799 മേടിക്കാൻ സാധിക്കും. ഇതെന്തായാലും ഇതിൻ്റെ റേറ്റ് മാത്രമാണ് 4.1 സ്റ്റാർ റേറ്റിംഗ് ആണ്. 3181 പേര് ഇത് റേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് W40 നല്ലൊരു പ്രോഡക്റ്റാണ്. ബിൽഡ് ക്വാളിറ്റി കൊള്ളില്ല എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും മൈക്ക് ക്വാളിറ്റി ഒക്കെ ആവറേജ് ആണ്, എന്നാൽ പോലും കുഴപ്പമില്ല. മ്യൂസിക് ക്വാളിറ്റി നല്ലതാണ്. ഒരു 899 799 ആ ഒരു രീതിയിൽ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ W40യും നല്ലൊരു ഡീല് തന്നെയാണ്. കൂടാതെ C40യുടെ പുതിയ വേർഷൻ 2.0 899 മേടിക്കാൻ സാധിക്കും. ഇതും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, നോക്കട്ടെ, ഉടൻ തന്നെ മേടിച്ച് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ നോർമൽ റേറ്റ് 1000 രൂപ 1100 സംതിങ് ആണ് കേട്ടോ. കൂടാതെ C60 799 മേടിക്കാൻ സാധിക്കും. കൂടാതെ ടെനറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോഡക്റ്റ്, ബോൾട്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉള്ളതാണ്. 75 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും ആപ്പ് സപ്പോർട്ടാണ്, ഡ്യുവൽ പെയറിംഗ് ആണ്, ക്വാഡ് മൈക്ക് ഉണ്ട്, ബൂസ്റ്റഡ് ബേസ് ആണ്. ഈ ബൂസ്റ്റഡ് ബേസ് എന്ന് ഓൾറെഡി പണ്ട് മുതലേ ഉള്ള എല്ലാ പ്രോഡക്റ്റുകളിലും ബോൾട്ടിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും കുഴപ്പമില്ല കേട്ടോ. കാരണം 4.2 സ്റ്റാർ റേറ്റിംഗ് 3148 പേര് ഇതിന് വേണ്ടി മാത്രം റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് 1500 രൂപയ്ക്ക്. അപ്പം നല്ലൊരു ഡീൽ ആയിരിക്കണം. ഉറപ്പായിട്ടും ഇതിൻ്റെയും ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണും കേട്ടോ. കൂടാതെ ഏളെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോഡക്റ്റ് 2499 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ നോർമൽ റേറ്റ്. എനിക്ക് തോന്നുന്നു 2990 സംതിങ് ആണ് നോർമൽ റേറ്റ്, അതോ 2799 അങ്ങനെ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 50 dBയുടെ 6 മൈക്സ് ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടാതെ ഡ്യുവൽ ഡ്രൈവേഴ്സ് ആപ്പ് സപ്പോർട്ടാണ്, ഡ്യുവൽ പെയറിംഗ് ഉണ്ട്, 50 അവേഴ്സ് ടോട്ടൽ പ്ലേ ടൈം ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. എന്തായാലും നമ്മുടെ ക്ലാരിറ്റി 3 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ ഈ ഒരു ഇയർബഡുകളിൽ വന്നേക്കുന്നത്. ക്ലാരിറ്റി 3 എന്തായാലും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മാത്രമായിരുന്നു അതിനകത്ത് ഭയങ്കര പെർഫോമൻസ് ഉണ്ടായിരുന്നത്, ബാക്കിയൊന്നും വലിയ കൊണയില്ലാത്തൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോ ബോൾട്ടിൻ്റെ ആസ്ട്ര, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മസ്താങ് ടോർക്ക് എന്താണോ അത് തന്നെയാണ്. ഇവിടെ ആ ഒരു ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതായത് ആ ഒരു പെയിൻറ്റിൻ്റെ കളർ മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1099 നമുക്കിത് മേടിക്കാൻ സാധിക്കും. സെയിം സ്പെക്കാണ്. എനിക്കൊന്ന് മസ്താങ്കിൽ ഈ 42 എന്ന് പറഞ്ഞ ഒരു 50-55 ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് ആ ഒരു പ്ലേ ടൈമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം, ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഓസ്ട്രേലിയയിൽ തന്നെ 999 നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും. ആ ഒരു മറ്റേ എന്താ പറയുക, ഈ ഒരു കളറാണ്, അതായത് വൈറ്റ് ഓപ്പൽ എന്ന് പറഞ്ഞ കളറാണ് 1099. സോ കളർ ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓസ്ട്ര മേടിച്ചുള്ളൂ. 999 രൂപ മാത്രമേ ഉള്ളൂ. കൂടാതെ C40 Pro 1179 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 1599 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. 1179 കുഴപ്പമില്ല, 1099 ആയിരുന്നെങ്കിലും നല്ലൊരു ഡീലായിരുന്നു. കൂടാതെ C40 അവരുടെ പഴയ പ്രോഡക്റ്റ് 799 നല്ല ഡീലാണ്. കാരണം ഇത് കുറേ നാൾ ഇതിന് 999 എന്നുള്ളൊരു ഓഫർ റേറ്റ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ 799 കിട്ടും. നല്ല ഡീലാണ്. കണ്ടോ, 2,82,685 പേര് ഇത് റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി C40യുടെ ആ ഒരു റേറ്റ് തന്നെയാണ്. ഇത് പഴയ പണ്ട് മുതലുള്ള പ്രോഡക്റ്റാണ്. 60 മണിക്കൂർ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ലോ ലേറ്റൻസി ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. IPX5ൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് W45 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം. ഇവിടെയും എടുത്തു പറയേണ്ടത് 899 കിട്ടും എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഡക്റ്റുകളുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചേക്കുവാണ്. സോ അത് കൂടുതലായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ബോട്ടിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ എയർഡോപ്സ് 800ൻ്റെ 2024 വേർഷനാണ്. LDAC കോഡൊക്കെ ഉള്ളൊരു സാധനമാണ്. 1999 സംതിങ് തന്നെയാണ് എപ്പോഴും ഇതിൻ്റെ നോർമൽ റേറ്റും. എന്തായാലും മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 800ൻ്റെ ഡോൾബി ഓഡിയോ ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് 1399 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇത് ആക്ച്വലി വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. 1799 സംതിങ് ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇത് വർത്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ എന്താ പറയുക
നിങ്ങളുടെ മൊബൈലിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് അല്ലെങ്കിൽ പോലും ഇതിനകത്ത് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിനിമ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സിനിമ അങ്ങനെ ഇരുന്ന് കാണുകയും ചെയ്തു. നല്ല ആ ഒരു തിയേറ്റർ എഫക്റ്റ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിർവാണ അയോൺ ANC Pro 1899 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇതിലും LDAC കോഡൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അയോൺ ANCയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. 1899 നല്ലൊരു ഡീലാണ്. കൂടാതെ ANC 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളൊരു പ്രോഡക്റ്റ് 1799 കിട്ടും. എന്തായാലും ഇത് മേടിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് നിർവാണ അയോൺ ANC Pro. സോ നിങ്ങൾ അത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർവാണ അയോൺ മേടിക്കുക. അതിൻ്റെ റേറ്റ് എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ AirDops 161ൻ്റെ പുതിയ വേർഷൻ 50 hours ടോട്ടൽ പ്ലേ ടൈം ഉള്ള വേർഷനാണ്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക 50 ms ലോ ലേറ്റൻസി മോഡ് ഉണ്ട്. അതാണ് ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത. 999 മേടിക്കാം. ഇതും ഒരു 899 എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 141ൻ്റെ Generation 2. ഇത് ആക്ച്വലി ആമസോണിൽ കുറച്ച് മുന്നേ ലോഞ്ച് ആയ സാധനമാണ്. ഇപ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ വന്നത്, ഫ്ലിപ്കാർട്ടിലേക്ക് വന്നത്. 799 രൂപയ്ക്ക് നമുക്കിതിപ്പോൾ മേടിക്കാൻ സാധിക്കും. 948 പേര് ഇതിന് റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 141 Gen 2 ആമസോണിൽ റേറ്റിംഗ് കുറവാണെന്ന് തോന്നിട്ട്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിക്കുമ്പോഴത്തേക്ക് അതിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മേടിക്കുക. കൂടാതെ ഞാൻ പറഞ്ഞു നിർവാണ അയോൺ 1499 മേടിക്കാൻ സാധിക്കും. ഇത് ആക്ച്വലി കുഴപ്പമില്ല, 1500 രൂപയ്ക്ക് നല്ലൊരു ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നിർവാണ അയോൺ എന്ന് പറയുന്നത്. 120 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഒക്കെയാണ് ഇതിലെടുത്ത് പറയേണ്ട ആ ഒരു സവിശേഷത. കൂടാതെ AirDops സുപ്രീം ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു മറ്റൊരു സവിശേഷത. ഈ ഒരു ഇയർബഡിൻ്റെ 1199 മേടിക്കാൻ സാധിക്കും. ഇതും 999 1099 ഓഫർ സമയങ്ങളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 131ൻ്റെ Gen 2 799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഒരു ഹാഫ് ഇൻ TWS ആണ്, ബോട്ടിൻ്റെ എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് ഈ ഒരു 131 ആണ് കേട്ടോ. ആദ്യമായിട്ട് 1 ലക്ഷം വ്യൂവേഴ്സ് കിട്ടിയതും ആ ഒരു ഇയർബഡിനായിരുന്നു. അതിനുശേഷമാണ് ആക്ച്വലി ഇയർബഡുകൾ ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് റിവ്യൂ ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 131 എനിക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ട്. Gen 2 ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടില്ല. ഇതിൻ്റെയും അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമൻറ്റ് ആയിട്ടുള്ളൂ. കൂടാതെ AirDopsൻ്റെ ആൽഫ നല്ലൊരു പ്രോഡക്റ്റാണ്, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 699 മേടിക്കാൻ സാധിക്കും. ഈ ഹാഫ് ഇൻ TWSൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ചെവിയിൽ വെച്ച് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചെവി വേദന എടുക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യം പലരും അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഈ ഒരു ആൽഫയിൽ പറയുന്നൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കണക്കിലെടുത്തിട്ട് മാത്രം ഇത് മേടിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. കൂടാതെ AirDops 161 or 163 799 699 799 ഇത് തന്നെയാണ് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിന് കാണാൻ സാധിക്കുന്നത്. ഇനി CMFിലേക്ക് ഇടുവാണെങ്കിൽ CMF ബഡ്സ് Pro 2 തന്നെ ആദ്യം പറയാം. 3699 സംതിങ് ആണ് എൻ്റെ നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 3399 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു CMF ബഡ്സ് Pro 2 എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ബഡ്സ് 2 Plus 2699 രൂപയ്ക്ക് മേടിക്കാം. 3199 രൂപയാണ് എൻ്റെ നോർമൽ റേറ്റ്. കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് 2500 രൂപയ്ക്കുള്ളിൽ ബഡ്സ് 2 2399 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇത് മേടിക്കാൻ സാധിക്കും. എന്നാൽ ഇത് പല സമയങ്ങളിലും 2199 2299 എത്തും. ഇപ്പോൾ ഓഫറാണോ എന്ന് വെച്ചാൽ ഓഫറാണ്, കാരണം ഇത് 2499 ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. സോ ഒരു 100 രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ വർത്താണെന്നുള്ളതിൽ വേറെ സംശയമില്ല. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് CMF ബഡ്സ് 2A CMF by Nothing ബഡ്സ് എന്താ പറയുക നിർത്തലാക്കിയിട്ട് അവരെ ഇറക്കിയ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബഡ്സ് 2A എന്ന് പറയുന്നത്. നിർത്തലാക്കിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ആ സാധനം ഉണ്ട്. 2299 പക്ഷേ ബഡ്സ് 2299 മേടിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ ഒരു ബഡ്സ് 2A മേടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. 1799 രൂപ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെയൊക്കെ തന്നെ കേസ് കവേഴ്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി ട്രൂക്കിലേക്ക് വരണമെങ്കിൽ ഞാൻ എല്ലാം അങ്ങോട്ട് എടുത്ത് പറയുന്നില്ല. ഞാൻ ആകെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകളാണ് പറയാൻ പോകുന്നത്. ക്രിസ്റ്റൽ ബേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. 699 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 6029 വരെ റേറ്റ് ചെയ്തിട്ടുണ്ട്. 4.1 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ്, ഇത് ഞാൻ പണ്ട് എന്താ പറയുക ഉപയോഗിച്ചൊരു സാധനമാണ്, ബഡ്സ് ലൈറ്റ്. അത് തന്നെയാണോ ഇതെന്ന് എനിക്കിപ്പോൾ ചെറിയ സംശയമുണ്ട്. കാരണം ഇപ്പോൾ മേ ബി ആ ഒരു പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇറക്കിയതായിരിക്കണം. എന്തായാലും 599 രൂപയ്ക്ക് നമുക്കിത് മേടിക്കാം. ഇവിടെയും 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 5182 പേര് ഇത് റേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ നോയ്സിൻ്റെ ബഡ്സ് പ്ലേ ബ്ലൂടൂത്ത് വെർഷൻ 6.0 ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 13mm ഡ്രൈവറാണ്. 40 hours
പ്ലേ ടൈം ഒക്കെ ഉണ്ട്. 999 രൂപയ്ക്ക് നമുക്കിത് മേടിക്കാൻ സാധിക്കും. കൂടാതെ നോയ്സ് ബഡ്സ് മാസ്റ്റർ ബോസുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. 4999 നമുക്ക് മേടിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് 5999 സംതിങ് ആണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ബഡ്സ് VS102 നിയോ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. 799 മേടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബഡ്സ് വെക്ടർ, ഇത് പുതിയ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. LDAC കോഡൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് 1500 കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡ്സുകൾ എന്ന് പറയുന്നത്. 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഏത് മേടിച്ചാലായിരിക്കും വർത്ത് ബൈങ് ആകുക എന്ന് വെച്ചാൽ, ഞാൻ പറയണത് 1000 രൂപയ്ക്ക് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കുറച്ചുകൂടെ ഒന്ന് പൈസ കൂട്ടിയതിന് ശേഷം റിയൽമി ബഡ്സ് T110 അതുപോലെ തന്നെ T200 ലൈറ്റൊക്കെ നല്ലൊരു ഡീലാണ്. കൂടാതെ ആ ഒരു നോയ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് LDAC കോഡൊക്കെ ഉള്ളത് 1299 കിട്ടുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളിൽ പുതുതായിട്ട് വന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഉടനെ നമ്മുടെ ചാനലിൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ കാണും കേട്ടോ. കാരണം ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. പിന്നെ അതൊക്കെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ ദീപ് സ്റ്റോറിലൊന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് ആദ്യം തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇനി 2000 രൂപയ്ക്കുള്ളിൽ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നിർവാണ അയോൺ ANC Pro അല്ലെങ്കിൽ നമ്മുടെ T310 കൂടാതെ CMF by Nothing Buds 2A നല്ലൊരു ഡീലാണ്. ഇനി 2500 എത്തുവാണെങ്കിൽ നമ്മുടെ CMF by Nothing Buds 2 നല്ലൊരു ഓപ്ഷനാണ്, വേറൊരു സംശയമില്ല. എൻ്റെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് CMF by Nothing Buds 2 എന്ന് പറയുന്നത്. ഇനി 3000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ നമുക്ക് റിയൽമി ബഡ്സ് എയർ 7 നല്ലൊരു ഡീല് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ബാക്ക് ടു ബാക്ക് ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ കാണുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കാൻ മറക്കണ്ട. കൂടാതെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.